ജർമ്മനിയിലെ മൈൻസ് രൂപതയുടെ സഹായമെത്രാനായി മോൺസിഞ്ഞോർ ജോഷി ജോർജ് പൊട്ടക്കലിനെ ലിയോ പന്നാലമൻ പാപ്പ നിയമിച്ചു. അതിനെ തുടർന്ന് നമുക്ക് ഷെക്കന ന്യൂസ് പ്രേക്ഷകർക്കായിട്ട് ബഹുമാനപ്പെട്ട ജോഷി ജോർജ് പൊട്ടക്കൽ പിതാവ് നമ്മോടൊപ്പമുണ്ട്. അപ്പോൾ പിതാവിലേക്ക് സ്ഥിതിയായിരിക്കട്ടെ. പിതാവ്, ഈ നിയമനത്തെ എങ്ങനെയാണ് കാണുന്നത്? ജർമ്മനിയിൽ ഇപ്പൊ ഒരു 25-30% വിദേശികൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, വിദേശികളാണ് ജീവിക്കുന്നത്. നമ്മുടെ കത്തോലിക്ക സഭയിലുള്ള വിശ്വാസികളിൽ ഒരു 30% ജർമ്മനിയിൽ വിദേശികളാണ്. കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ജോലി ചെയ്യുന്ന അച്ഛന്മാരില് ഒരു 25-30% വരെ, പ്രത്യേകിച്ച് മൈൻസ് രൂപതയിലെ 25% കൂടുതൽ വിദേശി അച്ഛന്മാരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു വലിയ വിഭാഗം ആൾക്കാർ വിദേശത്തു നിന്നുള്ള സമയത്ത് ഒരു വിദേശത്തു നിന്നുള്ള ഒരു അച്ഛനെ ബിഷപ്പാക്കുക എന്നുള്ളത് ഇവിടെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ എന്താ പറയുന്നത്, ഒരു വലിയ സൈഷൻ എന്ന് ഞങ്ങൾ പറയും. എനിക്ക് അതിന്റെ മലയാളം വാക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ സമയം അതിക്രമിച്ചു എന്ന് ഒത്തിരി പേര് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ അംഗീകാരമാണ്, അക്സെപ്റ്റൻസ് ആണ് നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിന്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ പ്രവർത്തനത്തിനുള്ള ഇത്രയും നാൾ ചെയ്തത് നന്നായിരുന്നു എന്നുള്ള ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് അത് നല്ല രീതിയിൽ സന്തോഷം തോന്നി. പക്ഷെ ഇതൊരു വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞ ജോലിയാണ്. നമ്മളിപ്പോ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ക്രിസ്തീയ വിശ്വാസം തന്നെ ഒത്തിരി കാര്യങ്ങൾ ചോദ്യമായി ഒക്കെ വന്നിരിക്കുന്ന അവസരത്തില് ഇതൊരു വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു ജോലിയും കൂടെയാണ് ഇത് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 10 ദിവസത്തോളം ആലോചിച്ചിട്ടാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോന്ന് പറയാനിരുന്നിട്ട് പിന്നെ പല പല സംസാരങ്ങളും ആൾക്കാരുടെ കുറച്ചുപേരെയൊക്കെ വല്ലാതെയുള്ള ഒരു പ്രഷറല്ല, മറിച്ച് പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ആൾക്കാർ നമ്മളെ ഒത്തിരി മൂട്ടിക്കും. എനിക്ക് മലയാളം വാക്ക് വരുന്നില്ല, സോറി. അതുകൊണ്ട് അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ സന്തോഷം അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓക്കെ എന്ന് പറയുകയായിരുന്നു. ഓക്കെ, 21 വർഷമായി ജർമ്മനിയിൽ എത്തിയിട്ട് എന്നാണ് എനിക്ക് ഇതുവരെ കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ അതിനെ പറ്റിയൊരു ചരിത്രം പിതാവ് ഒന്ന് പറയാമോ? ഞാൻ കർമ്മലീത്ത സഭയുടെ മെമ്പറാണ്. കർമ്മലീത്ത സഭയുടെ സെന്റ് തോമസ് പ്രോവിൻസ് ഇന്ത്യ. ഈ സെന്റ് തോമസ് പ്രോവിൻസ് ഇന്ത്യ ജർമ്മൻ പ്രോവിൻസ് ആണ് സ്ഥാപിച്ചത് ഇന്ത്യയില്. ഒരു 70കളില് കുറച്ച് സ്റ്റുഡൻസിനെ ഇവിടെ കൊണ്ടുവന്ന് കംപ്ലീറ്റ് ഫോർമേഷനും ചെയ്തതിന് ശേഷം 80കളിലാണ് നമ്മൾ ഇന്ത്യയിൽ ഈ കർമ്മലീത്ത മാതൃസഭ തുടങ്ങുന്നത്. അപ്പോ ഞാൻ ജർമ്മൻ പ്രോവിൻസിന്റെ മെമ്പർ ആയിരുന്നു. 2004 ഞാൻ ജർമ്മനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ 2003 എൻ്റെ പട്ടം. അത് കഴിഞ്ഞ് 2004 വന്നപ്പോ ജർമ്മൻ പ്രോവിൻസിന്റെ ഒരു മെമ്പറായിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ അതാണ് ആദ്യമായിട്ടുള്ള ഒരു കാര്യം, ഞാൻ എങ്ങനെ ജർമ്മനിയിൽ എത്തി എന്നുള്ളത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം മൈൻസിലെ കർമ്മലീത്ത ആശ്രമത്തിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ജർമ്മൻ പ്രോവിൻസിന്റെ കർമ്മലീത്ത ആശ്രമമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൈൻസ് രൂപതയില് ആദ്യമേ തന്നെ ജോലിക്ക് ശ്രമിച്ചു. അപ്പോൾ നമുക്കിവിടെ വലിയ നീണ്ട പാസ്റ്റൽ ഫോർമേഷൻ ഒക്കെ ഉണ്ട്. ആദ്യം ഓർഡൻസ് പ്രീസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്യാസ വൈദികർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാസ്റ്റൽ കോഴ്സ് ഉണ്ട്. അപ്പൊ ആ പാസ്റ്റൽ കോഴ്സ് ചെയ്തു. അതിനുശേഷം മൈൻസ് രൂപതയുടെ പാസ്റ്റൽ കോഴ്സ് ചെയ്തു. അപ്പൊ അതിനോടൊപ്പം തന്നെ ഞാൻ പാരലായിട്ട് പിന്നെ യൂത്ത് പാസ്റ്റർ ആയിരുന്നു മൈൻസ് ടൗണിന്റെ. പിന്നെ 2-3 പള്ളികളിലും അതിനോടൊപ്പം തന്നെ ജോലി ചെയ്തു. പിന്നീട് 2009 ഒരു ഹൈഡൽബർഗ് അടുത്ത് നെക്കർട്ടാൽ എന്ന് പറയും, നമ്മൾ അങ്ങനെ ഒരു പള്ളിയുടെ ഇൻചാർജായിട്ട് വികാരിയായിട്ട് അങ്ങോട്ടേക്ക് മാറി. അവിടെ ഞങ്ങള് മലയാളികളുടെ ഒരു 3 പേരുള്ള കർമ്മലീത്ത അച്ഛന്മാരുടെ ഒരു ആശ്രമം നടത്തിയ ആശ്രമത്തിൽ നിന്നായിരുന്നു നമ്മൾ അവിടുത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് 2022 എന്റെ മൈൻസ് രൂപത വീണ്ടും മൈൻസിലേക്ക് വിളിച്ചിട്ട് ഇവിടുത്തെ നമ്മൾ വിക്കർ ഫോർ ക്ലർജി അല്ലെങ്കിൽ പ്രീസ്റ്റ് പേഴ്സണൽ, അതായത് മൈൻസ് രൂപതയുടെ അച്ഛന്മാരെ ചുമതല ഏറ്റെടുക്കാവോ എന്ന് ചോദിച്ച് അത് വലിയൊരു അംഗീകാരമായിരുന്നു എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത് ഞാൻ ഏറ്റെടുത്തു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്റെ ജർമ്മനിയിലേക്കുള്ള വരവും. ജർമ്മൻ പ്രോവിൻസിന്റെ മെമ്പർ ആയതുകൊണ്ടാണ് ഞാൻ ജർമ്മനിയിൽ എത്തപ്പെട്ടത്.
പിന്നെ ഇപ്പൊ ഇവിടെ വന്ന് മൈൻസിൽ വന്ന് പെട്ടുകൊണ്ടാണ് ഞാൻ മൈൻസ് രൂപതയിലെ ജോലിയിലേക്ക് വ്യാപൃതനായത്. അപ്പോൾ അങ്ങനെ നല്ല 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 ജോലികളാണ് എനിക്ക് വന്ന കാലം തുടങ്ങി കിട്ടിയത്. ഇപ്പൊ ഒരു ടൗണിന്റെ യൂത്ത് പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ വിദേശത്ത് നിന്ന് ഒരു അച്ഛൻ ആദ്യം ഒരിക്കലും ആകാറില്ല. അല്ലെങ്കിൽ മൈൻസ് രൂപയിലെ ആദ്യം വിദേശത്തു നിന്ന് വന്ന ഒരു വികാരിയായിരുന്നു ഞാൻ. അപ്പൊ അതുപോലെ ഇപ്പൊ ജർമ്മനി അടച്ച് തന്നെ ഇപ്പൊ 2022 തുടങ്ങി ഇത്രയും നാളും പ്രീസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ വിക്കർ ഫോർ ക്ലർജി എന്ന് പറയുന്ന ജോലി ജർമ്മനിയിൽ വേറെ ഒരു വിദേശി അച്ഛന്മാരും ചെയ്യാറില്ല. അപ്പൊ ഞാൻ മാത്രം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഈ പ്രീസ്റ്റ് പേഴ്സണലിന്റെ മീറ്റിങ്ങുകൾ ജർമ്മനി അടച്ചുള്ള വന്നു കഴിയുമ്പോൾ 27 രൂപതകളാണ് ജർമ്മനിയിലുള്ളത്. അപ്പൊ ഒരു 50 പേരോളം അതിനകത്ത് വരുമ്പോൾ ഞാൻ മാത്രം ഒരു വിദേശിയുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി അംഗീകാരം ഈ രൂപതയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് അംഗീകാരവും കിട്ടും. അപ്പൊ അതൊരു വലിയൊരു അംഗീകാരമായിരുന്നു. ഇപ്പൊ ഈ അസിസ്റ്റന്റ് ഓക്സിലിയറി ബിഷപ്പായിട്ടുള്ള നിയമനവും അങ്ങനെയാണ്. അപ്പോൾ അത് തന്നെ എനിക്കിവിടെ വന്ന കാലം തുടങ്ങിയിട്ട് വളരെ ഫീൽ അറ്റ് ഹോം ആയിരുന്നു. പിതാവിന് സഭയിൽ ഓക്കം സഭയിൽ ചേരാനുണ്ടായ പ്രചോദനം അല്ലെങ്കിൽ വൈദികനാകാനുണ്ടായ ഒരു പ്രചോദനം ഒന്ന് പറയാൻ പറ്റും, അതിനെ പറ്റി ഒന്ന് പറയാമോ? നമുക്ക് ചെറുപ്പം തുടങ്ങിയിട്ട് എനിക്ക് അച്ഛനാവണമെന്നൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ കർമ്മലീത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടില് അങ്ങനെ ഒരു കർമ്മലീത്ത സഭ എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് അച്ഛനാവുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പൊ അത് വെച്ചിട്ട് ഇപ്പൊ എന്റെ ചേട്ടനും എന്റെ കസിനും രണ്ടുപേരും കർമ്മലീത്ത അച്ഛന്മാരാണ്. അപ്പൊ അത് എന്റെ വീട് മീങ്കുന്നം, ഞങ്ങളുടെ മൈനർ സെമിനാരി കറുകണം, കോതമംഗലടുത്ത്. അപ്പോ വീടിന്റെ അടുത്തായതുകൊണ്ട് അവരവിടെ പോയി ചേർന്നു. അപ്പൊ ഞാനും അവിടെ, അപ്പൊ എനിക്ക് അവിടുത്തെ അച്ഛന്മാരെയൊക്കെ അറിയാം. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാനും അവിടെ പോയി ചേർന്നു. അങ്ങനെയാണ് ഞാൻ സഭയിൽ ചേർന്നത്. പക്ഷെ എനിക്ക് അച്ഛനാവണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പോയത്. പിന്നെ അവിടെ ചെന്നിട്ടാണ് നമ്മൾ സഫേനെ പഠിക്കുന്നത്, സഫ എന്താണെന്നുള്ളത്. അപ്പൊ സഫേനെ കർമ്മലിത്ത സഫേനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് എനിക്ക് പറ്റിയ സഫയാണെന്നുള്ളത്. കാരണം സ്പിരിച്വാലിറ്റിയും കാര്യങ്ങളും പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി എങ്ങനെ ജീവിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ കർമ്മലിത്ത സഭേനെ പഠിക്കും. കർമ്മലിത്ത സഭ എന്ന് പറഞ്ഞാൽ വളരെ പുരാതനമായിട്ടുള്ള സഭയാണ്. 12ാം നൂറ്റാണ്ടിൽ ഉരുത്തിരിഞ്ഞു വന്ന സഭ. അതിനൊരു പ്രത്യേക ബാക്കി സഭകൾക്കൊക്കെ ഒരു ഗ്രൂണ്ടർ, ഒരു സ്ഥാപക അല്ലെങ്കിൽ സ്ഥാപകനുണ്ട്. ഞങ്ങളുടെ സഭയ്ക്ക് അങ്ങനെ ഒരു സ്ഥാപകനോ സ്ഥാപകയോ ഇല്ല. മറിച്ച് ഇതന്ന് പിൽഗ്രിമേജിന് പോയവരും അല്ലെങ്കിൽ പണ്ട് കുരിശുയുദ്ധം ഉണ്ടായിരുന്നു അതിന് പോയവരും ഒക്കെ കൂടി മൗണ്ട് കാർമൽ, ഒരു കർമ്മലമലയില് ഇതല്ല ഞങ്ങളുടെ വഴി, മറിച്ച് ഞങ്ങൾക്ക് ഇച്ചിരി സ്വസ്ഥമായിട്ട് സ്പിരിച്വാലിറ്റിയിലൊക്കെ ജീവിക്കണം എന്നുള്ള രീതി തോന്നി. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉരുത്തിരിഞ്ഞു വന്ന് അവരിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന സഭയാണ് ഞങ്ങളുടെ. അപ്പൊ കോണ്ടംപ്ലേഷൻ പ്രാർത്ഥന, ധ്യാനം അത് നമുക്ക് വളരെ പ്രധാനമാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മള് എന്താണ് നിശബ്ദതയുള്ള ധ്യാനം, പിന്നെ പ്രാർത്ഥനകള്, സഹോദര്യം, കമ്മ്യൂണിറ്റി ലൈഫ്, അതുപോലെ തന്നെ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ എന്തെങ്കിലും പാസ്റ്ററലായിട്ടുള്ള പ്രവർത്തനങ്ങളും അതിന്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് മൊത്തത്തിൽ സഭയുടെ സ്പിരിച്വാലിറ്റി ആയിട്ടും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള സിറ്റുവേഷൻ, നമ്മുടെ പിന്നെ ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാം സഭയിൽ വരുമ്പോൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ വന്നു അതെല്ലാം കൂടെ പറ്റിയത് കൊണ്ടാണ് ഞാൻ കർമ്മലിത്ത സഭയിൽ തന്നെ നിന്നുപോയത്. അപ്പൊ കർമ്മലിത്ത സഭയെ അറിഞ്ഞല്ല ഞാൻ സഭയിൽ ചേർന്നത്, ചേർന്നിട്ടാണ് ഞാൻ അറിഞ്ഞത്. തദ്ദേശവാസികളുടെ ഇടയിൽ നിന്നുള്ള അഭിപ്രായം എങ്ങനെയാണ്? ഞങ്ങൾക്ക് ഒത്തിരി എനിക്കറിയില്ല, ഒരു 500-600 വാട്സപ്പ് മെസ്സേജും പിന്നെ ഒരു 10-200 ഇമെയിലും എനിക്കിനി മറുപടി അയക്കാറുണ്ട്. അപ്പോ കാരണം ഇതെങ്ങനെ വന്നുകൊണ്ടിരിക്കണം, നമ്മുടെ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയുള്ളൂ. ഞാനിപ്പോ നിയമനം കിട്ടിയെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛന്മാരുടെ ജോലിയിൽ എനിക്കൊരു വ്യത്യാസമില്ല. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഓഫീസ് ജോലിയും പിന്നെ ആൾക്കാരെ സന്ദർശിക്കുമ്പോൾ സംസാരങ്ങള്, സംഭാഷണങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതിനുള്ള സമയം കിട്ടിയില്ല. ഞാൻ പറഞ്ഞ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തദ്ദേശവാസികളിൽ നിന്ന് ഉള്ള എന്താ പറയുക നമ്മുടെ വിഷസും പ്രാർത്ഥനകളും അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ട്. പിന്നെ കോതമംഗലം രൂപത, ഞാൻ കോതമംഗലം രൂപതക്കാരനാണ്, എൻ്റെ വീട് മീങ്കുന്നത്താണ്, മൂവാറ്റുപുഴ. കോതമംഗലം രൂപതയുടെ ബിഷപ്പ്, എറണാകുളം രൂപതയുടെ ബിഷപ്പ്, കോഴിക്കോട് രൂപതയുടെ ആർച്ച് ബിഷപ്പ്, ഇപ്പൊ എറണാകുളം രൂപതയുടെ ഓക്സിലിയറി ബിഷപ്പ്, അങ്ങനെ കുറെ ബിഷപ്പുമാരും കുറെ അച്ഛന്മാരും ആരൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഇനി വീക്കെൻഡിൽ വേണം അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ആരൊക്കെയാണ് വിളിച്ചെന്ന് ഒരു മറുപടി അയക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. പിന്നെ എനിക്കിപ്പോ മനസ്സിലാവുന്നതനുസരിച്ച് എല്ലാവരും സ്റ്റാറ്റസും ഒക്കെ ഇട്ടിട്ട് ഭയങ്കര വൈറലായി. കേട്ട അനുസരിച്ച് ബ്രസീലിൽ നിന്നുള്ള ഒരു അച്ഛൻ പറഞ്ഞു ഇത് ബ്രസീലിലും ഭയങ്കര വൈറലായി. കാരണം ഇതൊരു പുതുമയായതുകൊണ്ട്. വിദേശത്തു നിന്നുള്ള ഒരാൾ ഇന്ന് വരെ എന്താ പറയുക, യൂറോപ്പിന് പുറത്തുനിന്നുള്ള ആരിൽ ഇന്ന് വരെ ജർമ്മനിയിൽ ഇങ്ങനെ ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു വൈ ബിഷപ്പ് എന്നുള്ള, അസിസ്റ്റന്റ് ഓക്സിലിയറി ബിഷപ്പ് എന്നുള്ള പദവി അങ്ങനെ കിട്ടാത്തതുകൊണ്ട് അതിപ്പോ ഒരു വലിയ വാർത്തയാണ്. ഇവിടുത്തെ ചാനലുകളിലും മെയിൻ ന്യൂസ്, നമ്മൾ പണ്ടത്തെ പറഞ്ഞ പോലെ ദൂരദർശന്റെ ന്യൂസ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള 8 മണിയുടെ വാർത്തയിലും ഒക്കെ എല്ലായിടത്തും അതൊരു ഭയങ്കര വാർത്തയായിട്ട് തന്നെ വന്നു. പിതാവിന്റെ സ്ഥാനാരോഹണം എന്നായിരിക്കും? അതിനെപ്പറ്റി എന്തെങ്കിലും? മാർച്ച് 15-നാണ് എന്റെ സ്ഥാനാരോഹണം. മാർച്ച് 15 മൈൻസ് കത്തീഡ്രലിൽ. ഈ സമയത്ത് മൈൻസ് രൂപതയെ കുറിച്ച് ഒന്ന് സംസാരിക്കാമോ?
മൈൻസ് രൂപത എന്ന് പറഞ്ഞാൽ വളരെ വളരെ പുരാതനമായ രൂപതയാണ്. 4-ാം നൂറ്റാണ്ടില് സ്ഥാപിതമായ ഒരു രൂപത. സെയിന്റ് ബോണിഫേസ് എന്ന് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. Yes, കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. ഞാൻ ജർമ്മനിയിലെ എന്താ പറയുന്ന മിസ്യോൺ ക്രിസ്തീയവൽക്കരിച്ചത് എന്നതാണ് മലയാളത്തിലുള്ള വാക്ക്. അപ്പോൾ അയർലൻഡിൽ നിന്ന് വന്ന അല്ലെങ്കിൽ സ്കോട്ട്ലൻഡ് ആ സമയത്ത് അപ്പോൾ അങ്ങനെ തുടങ്ങി പുരാതനമായിട്ടുള്ള ഒരു വലിയ പേരുകേട്ട രൂപതയാണ് മൈൻസ്. പിന്നെ മൈൻസിനെ കുറിച്ച് പറയുമ്പോൾ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് മൈൻസിലാണ്. ഗുട്ടൻബർഗ് എന്ന് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഗുട്ടൻബർഗ് മ്യൂസിയം ഒക്കെ മൈൻസിലാണുള്ളത്. അപ്പൊ അങ്ങനെ വളരെയേറെ ചരിത്രമുള്ള ഒരു രൂപതയാണ് മൈൻസ്. ഇപ്പൊ പിന്നെ പല ചരിത്രത്തിൽ വന്ന അത് ആർച്ച് ഡയസിസ് ആയിരുന്നു. ഇപ്പൊ വീണ്ടും ഡയോസിസ് ആണ്. അപ്പൊ അത് ജർമ്മനി അടച്ചുള്ള അല്ലെങ്കിൽ യൂറോപ്പിലനുസരിച്ചുള്ള പല ഇതിന്റെ ഇടയ്ക്ക് അങ്ങനെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു 6 ലക്ഷം കത്തോലിക്കരാണ് ഏകദേശം മൈൻസ് രൂപതയ്ക്കുള്ളത്. പിന്നെ ഒരു ബിഷപ്പ്, ഒരു ഓക്സിലിയറി ബിഷപ്പ്, ഒരു 450 അച്ഛന്മാരുണ്ട്. വിശ്വാസികളായിട്ട് ഏതാണ്ട് 6 ലക്ഷത്തോളം പേരുണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു 25-30% വരെ വിദേശികളാണ് ഉള്ളത്, എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരും കൂടി. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മൈൻസ് രൂപതയുടെ ചരിത്രം. കൂടുതലായും കത്തോലിക്കരാണോ ജർമ്മനിയിലുള്ളത്, അതോ പ്രൊട്ടസ്റ്റന്റോ അങ്ങനെയുള്ള? അതായത് ജർമ്മനിയില് ഇപ്പോ ആക്ച്വലായിട്ട് 50% താഴെയാണ് ക്രിസ്ത്യാനികൾ. അതിൻ്റെ അകത്ത് പറഞ്ഞു വന്നു കഴിയുമ്പോൾ പ്രൊട്ടസ്റ്റന്റും കത്തോലിക്കരും ഏതാണ്ട് സമാസമാണ്. ഒരു നല്ല ഒരുമിച്ചുള്ള എക്യുമേനിക്കലായിട്ടുള്ള ജോലിയും നല്ല രീതിയിലാണ് ഇപ്പൊ പ്രൊട്ടസ്റ്റന്റും കത്തോലിക്കരും തമ്മിൽ നടക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ 49% എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 25% കത്തോലിക്കരും 24% പ്രൊട്ടസ്റ്റന്റുകാരായിരിക്കും. അങ്ങനെ പ്രൊട്ടസ്റ്റന്റുകാർ ഒരു ഇച്ചിരി താഴെയാണ്, എന്നാലും സമാസമാണ്. കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് പല സ്കാൻഡൽസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടാണ് കത്തോലിക്കരുടെ എണ്ണം സാവകാശം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത് ഇപ്പൊ വിദേശത്തിൽ വേറെ മതക്കാർ ഒത്തിരി വന്നു കയറിയത് കൊണ്ടല്ല കത്തോലിക്കരുടെ എണ്ണം കുറഞ്ഞത്, മറിച്ച് കത്തോലിക്കര് സഭ വിട്ടുപോകുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ കത്തോലിക്കര് മാത്രമല്ല പ്രൊട്ടസ്റ്റന്റുകാരും. അപ്പൊ ഈ പലവിധ സഭയുടെ മൊറാലിറ്റി ആയിട്ട് ചേർന്ന് പോകാത്ത കാര്യങ്ങള് അച്ഛന്മാരോ അല്ലെങ്കിൽ സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യരെ അംഗീകരിക്കുന്നില്ല, മനുഷ്യത്വമില്ലാണ്ട് പെരുമാറി, ഒരു വികാരി എന്നാ പറഞ്ഞ പള്ളിയില് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു, പുള്ളിക്ക് മനുഷ്യർക്ക് അടുത്ത് ഒരു എളിമയില്ല, ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് വളരെ ബുദ്ധിമുട്ടായി വന്നു കഴിയുമ്പോൾ ഇവിടെ പിന്നെ ചർച്ച് ടാക്സ് കൊടുക്കണമുണ്ട്. അപ്പൊ ആൾക്കാര് പോയി നമ്മുടെ പഞ്ചായത്ത് പോലെ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇനി തുടങ്ങി എനിക്ക് മതമില്ല എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ മതമില്ല, അപ്പൊ ചർച്ച് ടാക്സ് ഒഴിവാവും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന് ഞാൻ ഇനി എന്റെ ടാക്സ് കൊണ്ട് സഹായിക്കില്ല എന്ന് ആൾക്കാർ തീരുമാനം എടുത്ത് അങ്ങനെയാണ് ഒത്തിരി പേര് കുറഞ്ഞു വന്നത്. അപ്പൊ ഇപ്പോ ജർമ്മനി അടച്ച 50%-ൽ താഴെ 49% ക്രിസ്ത്യാനികളുള്ളൂ. ഈ കഴിഞ്ഞ നവംബർ 20-ന് ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിനെ കുറിച്ചുള്ളൊരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ. ക്രിസ്മസ് മാർക്കറ്റുകൾ തുറക്കും, പക്ഷെ അതും അതീവ സുരക്ഷയോടെയാണെന്നൊക്കെ പറഞ്ഞുള്ളൊരു വർത്തമാനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ ഡിസംബർ 20-ന് കാറിടിച്ചൊരു ആക്രമണമൊക്കെ. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ ഈ ക്രിസ്തീയ കൂട്ടായ്മ, ക്രിസ്തീയ ഫെസ്റ്റിവൽസ് അതൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോഴും ഭീഷണിയുണ്ടോ? അതെ, ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഡൽഹിയിൽ ബോംബ് പൊട്ടി എന്നോർത്തുകൊണ്ട് നമുക്ക് ഡൽഹിയിൽ ജീവിക്കാൻ ഭീഷണിയുണ്ടോ? അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മൾ കാണേണ്ടത്. അതായത് സൈക്കോളജിക്കലായിട്ട് പ്രശ്നമുള്ളവരാണല്ലോ സാധാരണഗതിയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഒരു ചില മതവിശ്വാസത്തിന്റെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ട് പോണവരാണ്. അതൊരു സൈക്കോളജിക്കൽ പ്രശ്നമാണല്ലോ. അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് വേറെ മനുഷ്യനെ കൊല്ലണം എന്നൊരു ആഗ്രഹവും ഇല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ രീതിയിൽ അത് പേര് മതസ്ഥനാണേലും അതില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അപകടങ്ങൾ ഉണ്ടാവും. അത് മനുഷ്യരെ എന്നാ പറഞ്ഞ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് നടത്തും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ടൗണുകളും, കാരണം ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ജർമ്മനിയുടെ ഭാഗമാണ്. നമ്മളിവിടെ ഫസ്റ്റ് അഡ്വന്റ് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ക്രിസ്തുരാജന്റെ തിരുനാൾ തുടങ്ങിയിട്ട് ക്രിസ്മസ് വരെ 23-24 തീയതി വരെയാണ് ക്രിസ്മസ് മാർക്കറ്റ് സാറിന് ഇതിലാക്കുന്നത്. അപ്പൊ അത്രയും നാളത്തേക്ക് ക്രിസ്മസ് മാർക്കറ്റ് ഇവിടുത്തെ കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ അതിന് സുരക്ഷ ഒരുക്കുക എന്നുള്ളത് ഇപ്പൊ ടൗണുകൾക്ക് കൂടുതൽ
ഉത്തരവാദിത്ത ബോധം തോന്നിയത് കൊണ്ട് ഒത്തിരി സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്. കാരണം അത് ഒഴിവാക്കണമല്ലോ. എന്നാലും അത് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ സ്കാനർ കൂടെ ഒന്നും അല്ല നടന്നു പോകണേ. ഒരാൾ ബാഗിൽ വല്ലതും വെച്ചിട്ട് വന്നിട്ട് പൊട്ടിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ പൊട്ടി. നമ്മൾ മനുഷ്യന്റെ നന്മേനെ പ്രതീക്ഷയാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ സുരക്ഷ, ഒരു വണ്ടിയൊക്കെ കൊണ്ടുവന്ന് ഇടിപ്പിച്ച് കയറ്റാതിരിക്കാനുള്ള സുരക്ഷ എല്ലായിടത്തും അത് കഴിഞ്ഞ ഒരു 3-4-5 വർഷമായിട്ട് സുരക്ഷ കൂടുതലാക്കിയിട്ടുണ്ട്. ഞാൻ കാണുവാണെങ്കിൽ അത് അങ്ങനെയേ കാണുള്ളൂ. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡൽഹിയിലേക്ക് അതുകൊണ്ട് ആരും പോകാണ്ടിരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ ബോംബെയിൽ ഒരു ആക്രമണം ഉണ്ടായി അതുകൊണ്ട് ആരും ബോംബെയിലേക്ക് പോകാതിരിക്കുന്നില്ല. ഈ ആക്രമണങ്ങൾ ഉണ്ടാവും. അത് പിന്നെ നമ്മുടെ ഇന്റലിജൻസും കാര്യങ്ങളും ഒക്കെ ഒത്തിരി വിജിലായിട്ടാണല്ലോ ഇരിക്കുന്നത്. അവരതിൻ്റെ അകത്ത് കുറെ സാധനങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. എന്നാലും നമ്മൾ ആൾക്കാരുടെ സുരക്ഷയെ പ്രമാണിച്ച്, അത് ടൗണുകളാണ്, അത് സഫയല്ല ഓർഗനൈസ് ചെയ്യുന്ന ഈ ക്രിസ്മസ് മാർക്കറ്റുകളും കാര്യങ്ങളും, അത് ടൗണുകളുടെയാണ്. അപ്പൊ അവരതിനുള്ള ക്രമീകരണങ്ങൾ എല്ലാ വർഷവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദിവംഗതനായ ബെനഡിക്ട് പാപ്പയുടെ ജന്മസ്ഥലമാണല്ലോ ജർമ്മനി. അപ്പോൾ ക്രൈസ്തവ പൈതൃകത്തിന്റെ ഒരു ഈറ്റിലും കൂടി ആയിരിക്കും ജർമ്മനി ആണെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അതെ, ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മള് ഇത്രയും നൂറ്റാണ്ടുകളായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസം, അതുപോലെ തന്നെ വലിയ വലിയ തിയോളജിക്കാർ, കാൾ റാനർ, അല്ലെങ്കിൽ നമ്മൾ ഫിലോസഫി എടുത്തു കഴിഞ്ഞാൽ വലിയ ഫിലോസഫി എല്ലാവരും, അതുപോലെ ഞങ്ങളുടെ ഇവിടുത്തെ മൈൻസ് രൂപതയുടെ ഇപ്പോഴത്തെ ബിഷപ്പിന്റെ മുൻഗാമി കാർഡിനൽ ലെയ്മാൻ, ഇതൊക്കെ ഭയങ്കര തിയോളജിക്കലായിട്ട് ഒത്തിരി പുരോഗമിച്ചിട്ടുള്ള രാജ്യമാണ്. ഒത്തിരി പേരും പിന്നെ റോമിലൊക്കെ ഡോക്ടറേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ജർമ്മനിയിൽ വന്ന് ഈ കാൾ റാനർ അങ്ങനെയൊക്കെയുള്ള ഒരു പുസ്തകം അതേ ഭാഷയിൽ തന്നെ വായിക്കാനൊക്കെ ആയിട്ടും അങ്ങനെ വളരെ പുരോഗമനമാണ്. ക്രിസ്തീയമായിട്ട് ഒത്തിരി ഒത്തിരി പുരോഗമിച്ച രാജ്യമാണ്. പക്ഷെ ഈ പുരോഗമനം ഉണ്ടാവുന്ന കൂടി തന്നെ ആൾക്കാർക്ക് പറഞ്ഞു വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു സഭാ നിയമങ്ങൾ മാത്രമല്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചിന്താഗതിയും വരുന്നുണ്ട് കേട്ടോ. അതിപ്പോ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സഭയാണോ വലുത്, ഈശോയാണോ വലുത് എന്നുള്ള രീതിയിലുള്ള ചിന്തയൊക്കെ അത് ഒത്തിരി ഇങ്ങനെ വിശ്വാസമായിട്ട് ആൾക്കാർ ബന്ധപ്പെട്ട് വന്നു കഴിയുമ്പോഴേ ഒരു അടിച്ചേൽപ്പിക്കുന്ന വിശ്വാസം അല്ലാത്തത് കൊണ്ട് സ്വന്തം ജീവിച്ചും വായിച്ചും പഠിച്ചും ഒക്കെ വരുന്നവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ വളരെ ട്രഡീഷണൽ ആണ് ജർമ്മൻ സഭ എല്ലാ കാര്യങ്ങളിലും. കേരളത്തിലെ രൂപതകളായിട്ടും ജർമ്മനിയിലെ രൂപതകളായിട്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ? കേരളത്തിലെ രൂപതകളെ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ 15-ാം വയസ്സിൽ വീട്ടിൽ നിന്ന് പോയതാണ്. അന്ന് നമ്മൾ രൂപതകളെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല. പിന്നെ തിയോളജി പഠിച്ചു, ഫിലോസഫി പഠിച്ചു. ബാംഗ്ലൂർ ആയിരുന്നു ഞാൻ തിയോളജി പഠിച്ചത്. അതിനുശേഷം പട്ടം കിട്ടി ഉടനെ തന്നെ ഞാൻ ജർമ്മനിക്ക് വന്നു. അതുകൊണ്ട് എനിക്ക് കേരളത്തിലെ രൂപതയും ജർമ്മനിയിലെ രൂപതയും തമ്മിൽ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചർച്ച് ടാക്സ് ഉണ്ട്. നമ്മൾ ആദ്യം അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ചർച്ച് ടാക്സ് ഉണ്ട്, അത് എല്ലാവരും പേ ചെയ്യുന്നു. ഇപ്പൊ സഭാവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ചർച്ച് ടാക്സ് കിട്ടുന്നതിലൂടെ നമുക്കിപ്പോ നാട്ടിലെ പോലെ വലിയ, എന്നാലും ഉണ്ട്, കളക്ഷൻ എടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. എന്നാലും സഭയ്ക്ക് അത്യാവശ്യം അച്ഛന്മാരെ അല്ലെങ്കിൽ കെട്ടിടങ്ങളെ ഒക്കെ സംരക്ഷിക്കാനുള്ള പൈസയുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ രൂപതയുടെ ആസ്ഥാനത്തിൽ നിന്നാണ് പലപ്പോഴും ആൾക്കാർ ഇടവകളിൽ നിന്ന് അപേക്ഷ വെച്ചിട്ട് ഞങ്ങളുടെ പള്ളിക്കെട്ടിടത്തിന് പണിയുണ്ട്, അപ്പൊ അതിനിപ്പോ 1,00,000 യൂറോ വേണം. അപ്പൊ അതിൻ്റെതായ രീതികളുണ്ട്. ഇപ്പൊ ഒരു പള്ളിക്കെട്ടിടം പള്ളിയാണെങ്കിൽ 50%, പള്ളിയുടെ മേൽക്കൂരയാണെങ്കിൽ 75%, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള താരിഫുണ്ട്. ആ നിയമം വെച്ചിട്ട് നമ്മൾ അത് അംഗീകരിച്ച് അങ്ങനെയൊക്കെ കൊടുക്കുകയാണ്. അതായത് ഇച്ചിരൂടെ ഇവിടുന്ന് ഓർഗനൈസ് ചെയ്ത്, അതായത് ഒരു പള്ളിക്കെട്ടിടോ പള്ളിയോ ഇപ്പൊ ആൾക്കാരും കൂടി ഞങ്ങൾക്ക് ഒരു പള്ളിക്കെട്ടിടം പണിയണമെന്നും പറഞ്ഞ് ചുമ്മാ പള്ളിക്കെട്ടിടം പണിയില്ല. അതിപ്പോ കേരളത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളിക്ക് പൈസ ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാം. ഇത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പള്ളിയിൽ എത്ര കത്തോലിക്കരുണ്ട്, എത്ര കെട്ടിടം ഉണ്ട്, അതൊക്കെ അനുസരിച്ച് ഒരു പോയിന്റ് സിസ്റ്റമാണ്. പോയിന്റ് സിസ്റ്റം അനുസരിച്ച് ഇത്ര രൂപ പള്ളിക്ക് സെന്ററിൽ നിന്ന് കൊടുക്കുവാണ്, പറഞ്ഞു രൂപതയുടെ സെന്ററിൽ നിന്ന് കൊടുക്കുവാണ്. എന്നിട്ട് രൂപത അല്ല ഇടവക്കാര് അതിന്റെ ബഡ്ജറ്റ് വെച്ചിട്ട്, അപ്പൊ അങ്ങനെയാണ് ഇടവകയ്ക്ക്, അതായത് സ്വന്തമായിട്ട് ഇപ്പൊ പൈസ കണ്ടെത്തി സെക്രട്ടറിനെ നിയമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഇവിടുന്ന് തന്നെ വരും. വേറൊരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ എത്ര കത്തോലിക്കരുണ്ടോ ആ കത്തോലിക്കർക്ക് വെച്ചിട്ടാണ് എത്ര അച്ഛന്മാരെ അല്ലെങ്കിൽ എത്ര പാസ്റ്ററൽ പേഴ്സണലിനെ നിയമിക്കണം എന്നുള്ളത്. മൈൻസ് രൂപതനുസരിച്ച് ഒരു 3,300 കത്തോലിക്കർക്ക് ഒരു സ്റ്റെല്ലേ നമ്മൾ പറയും, ഒരു ജോലി, അതാണ് നമ്മുടെ ഇത്. അപ്പൊ അതനുസരിച്ച് 10,000 പേരുള്ള ഒരു ഇടവകയാണെങ്കിൽ 3 പേരെ അവിടെ ജോലിക്ക് വെച്ചു. ചിലപ്പോൾ 2 അച്ഛന്മാർ, ഒരു ഡീക്കൻ, അല്ലെങ്കിൽ ഇവിടെ അത് തന്നെ ഇവിടെ പല അങ്ങനത്തെ രീതിയിലാണ് പാസ്റ്ററൽ പേഴ്സണലിനെ നിയമിക്കുന്നത്.
പിന്നെ ഇവിടെയുള്ള ഒരു വലിയ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല വിഭാഗത്തിൽപ്പെട്ട പാസ്റ്ററൽ പേഴ്സണൽ ഉണ്ട്. അച്ഛന്മാരുണ്ട്, പിന്നെ ഡീക്കന്മാരുണ്ട്, അതായത് സ്ഥിര ഡീക്കന്മാരായിട്ടുള്ളവർ. പിന്നെ നമ്മൾ ഗമൈൻഡ് റെഫറൻറ്റിന്റെ അല്ലെങ്കിൽ പാസ്റ്റോറാൾ റെഫറൻറ്റ് എന്ന് പറയും. അവർ തിയോളജി പഠിച്ചിട്ട് അവർക്കൊരു ഫോർമേഷനും കഴിഞ്ഞിട്ട് അവര് ഇപ്പൊ ഈ യൂത്തിന്റെ അല്ലെങ്കിൽ പല ജോലികൾ ഇപ്പൊ മരിച്ചടക്ക് വരെ അവർ നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ രീതിക്ക് വയ്ക്കും. നമ്മുടെ നാട്ടിൽ കുറെ സിസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ടല്ലോ, ആദ്യ കുർബാന അല്ലെങ്കിൽ കൺഫർമേഷന്റെ ഫോർമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള പാസ്റ്ററൽ പേഴ്സണലാണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഉള്ള ഒരു എന്താ പറയുക ആവശ്യത്തിന് ജോലിക്കാരുണ്ട് ജർമ്മനിയിലെ. ഇപ്പൊ ജോലിക്കാരില്ലാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ വിദേശത്തു നിന്ന് വന്നിട്ട് അല്ലെങ്കിൽ കിട്ടാനുള്ള വിഷമം കൊണ്ടാണ് സഹായിക്കുന്നത്. പിന്നെ ഒരു വലിയ വ്യത്യാസം കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തില് പള്ളികളിൽ നിറച്ച ആൾക്കാർ വരും കുർബാനയ്ക്ക്. അത് ഇവിടെ കുറവാണ്. കാരണം ആൾക്കാര് നമുക്ക് ജോലിക്കാര് മാത്രമല്ല, അച്ഛന്മാര് മാത്രമല്ല കുറവുള്ളത്, മറിച്ച് ഒരു വിശ്വാസികളുടെ കുറവും പള്ളിയിൽ വരുന്ന ആക്റ്റീവായിട്ട് പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും വരുന്ന വിശ്വാസികളുടെ കുറവും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതും പല കാരണങ്ങൾ കൊണ്ടാവാം. ഞാൻ ഇപ്പൊ പറഞ്ഞിരുന്നു, അതായത് ഈ നാട്ടില് നമുക്ക് ഒരു ഒന്നാമത്തെ കാര്യം സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല. വലിയ കാര്യമായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, ഏതവനും ആശുപത്രി പോയി ചികിത്സ കിട്ടണം, ചികിത്സ നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കെട്ടിവെക്കാൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ അവസ്ഥകളുള്ളപ്പോ നമുക്ക് ഒത്തിരി എന്നാ പറയുക ആൾക്കാര് പ്രാർത്ഥനയ്ക്കുള്ള പ്രചോദനം കൂടും. ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത് അത് ഇപ്പൊ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാരും ഒക്കെ അത് ഇത്രയും നാളത്തെ നമ്മൾ വികസിച്ചു എന്ന് പറഞ്ഞതല്ലാണ്ട് ഈ വികസനം സാധാരണ മനുഷ്യന്മാർക്ക് അനുഭവിക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ അത് കൂടുതൽ നമ്മളെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കും. ഞാൻ ഇപ്പൊ പറഞ്ഞു അതനുസരിച്ച്. അപ്പൊ അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, സ്കാൻഡൽസ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സ്കാൻഡൽ ഉള്ളിടത്ത് ഞാൻ എന്തിനാ പോണേന്നുള്ള രീതിയിൽ വരും. പിന്നെ ഒരു വീക്കെൻഡ് കൾച്ചർ കൂടുതലാണ്. ഇപ്പൊ അത് ജോലിയുടെ ഭാരം വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്, ജോലി ഭാരവും സ്ട്രെസ്സും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ വീക്കെൻഡ് ഞാനൊന്ന് സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്നോട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഒത്തിരി പേർക്ക്. അവരൊന്നും സഭയിൽ നിന്ന് പോയതുകൊണ്ടല്ല. അപ്പൊ ആ ഒരു ഞാൻ വീട്ടിലിരിക്കുവാണ്, എൻ്റെ ഫാമിലിയോട് കൂടി സമയം ചെലവഴിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി ഒത്തിരി മാറി മാറി സൊസൈറ്റിയിൽ വരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വന്നത് ഒത്തിരി. അത് തന്നെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ചർച്ച് വെൽ ഓർഗനൈസ്ഡ് ആണ്. ഇപ്പൊ നാട്ടിൽ ഒരിടത്തും നമുക്ക് കാണാൻ പറ്റില്ല. അതായത് ഒരു അരമന, യുവതയുടെ ഒരു അരമനയില് മൈൻസിൽ ഒരു 400 പേരെങ്കിലും ജോലിക്കുണ്ട്. അപ്പോ എല്ലാ ഇതുമായിട്ട് ബിഷപ്പ് തൊട്ട് സെക്രട്ടറിമാർ തൊട്ട് അങ്ങനെ എല്ലാ ഇതും വന്നു കഴിയുമ്പോൾ പല പല വിഭാഗങ്ങളായിട്ട് തിരിച്ച് അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന്റെ നമുക്ക് ശരിക്കും അങ്ങനെ വേണേൽ പറയാം, പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, വേറെ മിനിസ്റ്റേഴ്സ്, പിന്നെ അവർക്കുള്ള സെക്രട്ടറികൾ, ഓഫീസ് ജോലിക്കാർ, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അപ്പൊ ഒരു വലിയ സ്ട്രക്ചറും ഒരു സംഭവമാണ് യുവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. അപ്പൊ അതൊക്കെ ഈ നാട്ടിൽ അങ്ങനത്തെ ഒരു ഒത്തിരി ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്കത് കാണാൻ പറ്റില്ല. അതിപ്പോ നമ്മൾ കൾച്ചറിന്റെ വ്യത്യാസമുണ്ട്, മെന്റാലിറ്റിയുടെ വ്യത്യാസമുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് അത് വരുന്നത്. നമുക്ക് പണ്ടുകാലത്ത് ഞാനൊന്നും നാട്ടിലുള്ള പത്രവും ഇല്ലായിരുന്നു. ഇപ്പൊ ഈ പ്രാർത്ഥനകള് ഇപ്പൊ കൊന്തമാസമാണ് ഒക്ടോബർ, അപ്പോഴേക്കും എല്ലായിടത്തും മൈക്കൊക്കെ വെച്ച് കെട്ടി പുറത്തേക്ക് ഭയങ്കര ഒച്ചയില് നാട്ടുകാരെ മൊത്തം അറിയിച്ചാണ് നമ്മൾ കൊന്തയെഴുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതി ഇവിടെ ഇല്ല. ഇവിടെ ആൾക്കാർക്ക് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ പള്ളിക്കകത്തുള്ള മൈക്ക് സിസ്റ്റത്തിലും സൗണ്ട് എന്ന് പറഞ്ഞത് ഇവിടെ ആൾക്കാർക്ക് അലർജിയാണ് വലിയ സൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഒരു മിനിമം സൗണ്ടില് പള്ളിക്കകത്താണെങ്കിൽ പോലും വലിയ മുഴക്കത്തിലൊക്കെ ഉള്ളത് നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. അങ്ങനെ വലിയ മുഴക്കത്തിലിരുന്ന് കേട്ടാലൊക്കെ നമുക്ക് എന്തൊക്കെയോ പ്രസംഗിച്ചു എന്ന് തോന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതല്ല ഇവിടുത്തെ രീതി. അപ്പൊ അത് കൾച്ചറിന്റെ വ്യത്യാസമാണ്. ഇപ്പൊ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ പോയി പോലും റെസ്റ്റോറന്റിന്റെ എന്നാ പറയുക ഈ ഒച്ച ഒരു പരിധിയിൽ കൂടുതലാണ്. എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കും, ഒച്ച പരിധി കൂടുതലാണെങ്കിൽ ആൾക്കാർ പറയൂ അതിൻ്റെ അകത്ത് ഭയങ്കര ഒച്ചയായിരുന്നു എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ അത് തന്നെ, അങ്ങനത്തെ കുറെ വ്യത്യാസങ്ങളുണ്ട്. ഏകദേശം ഒരു 70-80 വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനി ഒരു നാസി ആശയങ്ങളുടെ പിന്നാമ്പുറത്ത് ജീവിച്ചിരുന്ന ഇതാണല്ലോ. ഇപ്പോൾ അതിന്റെ ആശയങ്ങൾ ഇപ്പോഴും അവിടെ നിലവിലുണ്ടോ, അതോ അങ്ങനത്തെ എന്തെങ്കിലും ചിന്തകളൊക്കെ പൊങ്ങി വരുന്നുണ്ടോ ജർമ്മനിയിൽ ഇപ്പോഴും? നമുക്ക് പറയാം, ലോകം അടച്ച് ഇപ്പൊ ഒരു റൈറ്റ് വിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക അങ്ങനെയാണ്, അല്ലെങ്കിൽ തുർക്കി,
ഇന്ത്യ. ഉം, അപ്പൊ മൊത്തത്തിൽ ഒരു റൈറ്റ് വിങ് ആണ് ഇപ്പൊ കയറി വരുന്നത്. അത് ജർമ്മനിയിലും സാവകാശം വന്നത്. ജർമ്മനിക്ക് ഈ ചരിത്രം ഉള്ളതുകൊണ്ട് ജർമ്മൻകാർ അക്കാര്യത്തിൽ വളരെ വളരെ സൂക്ഷിച്ച് നിൽക്കുന്നവരാണ്. എന്നാലിപ്പോ ഒരു ശക്തമായ ഒരു റൈറ്റ് വിങ് കയറി വരുന്നുണ്ട്. അവരെയൊക്കെ നേരം റഷ്യ, അപ്പൊ ഇതൊക്കെ ഈ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ അതിന് ഫൈനാൻസും കിട്ടുന്നത് കൊണ്ട് ഇപ്പൊ ഇലോൺ മസ്ക് ഒക്കെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ഫൈനാൻസും വരുന്നതുകൊണ്ട് അവർക്കിപ്പോ നല്ല രീതിയിൽ ഒരു റൈറ്റ് വിങ്ങിന് കയറി വരാനുള്ള ഒരു അവസരമുണ്ട്. അതിപ്പോ ഇപ്പോഴത്തെ ഭരണ പാർട്ടി, അതായത് നമ്മള് CDU എന്ന് പറയും, ഭരണ പാർട്ടിയുടെ ഒപ്പം തന്നെ ശതമാനം വോട്ട് ഇപ്പൊ ഈ AFD എന്ന് പറയും, ആ പാർട്ടിയാണ് റൈറ്റ് വിങ് പാർട്ടിയാണ്. അപ്പൊ അവർക്ക് ഏകദേശം ഉണ്ട് ശതമാനം വെച്ച് ജനങ്ങൾക്കിടയ്ക്ക്. അതായത് അത് പൊങ്ങി വരുന്നുണ്ട്. അത് നമ്മൾ വിദേശികൾ ഒരു പരിധി വരെ, ഞാൻ വന്ന കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കാണുമ്പോഴേക്കും ആൾക്കാർ പെട്ടെന്ന്, ഞാനിപ്പോ പള്ളിയുടെ കോണ്ടെക്സ്റ്റിലോ അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന കോണ്ടെക്സ്റ്റിലോ അല്ല, അപ്പൊ പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു സ്റ്റുഡന്റ്, അപ്പോൾ നല്ലതാണ് നീ ഇവിടെ ഉള്ളതെന്നുള്ള രീതിയിലുള്ളതായിരുന്നു. അത് ഇപ്പോഴും ആൾക്കാർ പറയാറുണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് ചിലരെ കാണുമ്പോൾ അറിയാം അവർ വലിഞ്ഞേറി വന്നേക്കണമെന്നുള്ള ആ രീതിയിലുള്ള ഒരു നോട്ടം അതിപ്പോ ഇച്ചിരി കൂടിയിട്ടുണ്ട് പറഞ്ഞു വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ. അതിന് കുറെ കാരണങ്ങളുണ്ട്. കാരണം 2015 നമ്മളിവിടെ അതിർത്തി തുറന്നിട്ട് കുറെ അഭയാർത്ഥികളെയൊക്കെ എടുത്ത കാരണം കൊണ്ടും അതുകൊണ്ടൊക്കെ അതിന് കുറെ ആൾക്കാർക്ക് അത് അഭയാർത്ഥികൾ വരുന്നു, എല്ലാം കിട്ടുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ വന്ന് ഇവിടെ ആൾക്കാർ ജോലി ചെയ്ത് ജീവിക്കണം, മറ്റവൻ ജോലി ചെയ്യേണ്ട കാര്യമില്ല, വരുന്നത് എല്ലാം കിട്ടുന്നു, അങ്ങനെയൊക്കെയുള്ള എല്ലാം ശരിയായ ന്യൂസ് അല്ല, പക്ഷെ കുറെ ഫേക്ക് ന്യൂസ് ഇങ്ങനെ പടച്ചു വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അതും കേട്ട് അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ നിയമനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നുള്ള അതിനെതിരായിട്ടുള്ള ഒരു നിയമനവും കൂടെയാണ്. പറഞ്ഞു വന്നു കഴിയുമ്പോൾ ഞങ്ങള് അതിന്റെ കൂടെ പോകുന്നില്ല എന്നുള്ള രീതിയിലുള്ള അതിന്റെ ഒരു വലിയ പോസിറ്റീവായിട്ടാണ് അത് വന്നത് സാധാരണ ജനങ്ങളുടെ ഇടയ്ക്ക്. ഏതാണ്ട് ഒരു 20% കൂടുതൽ, 20-25% ആൾക്കാർ സാവകാശി AFD എന്ന് പറയുന്ന പാർട്ടീനെ എലക്ട് ചെയ്യുന്നവരായി മാറിയിട്ടുണ്ട്. എല്ലാവരും അതിനകത്ത് എക്സ്ട്രീം റൈറ്റ് അല്ല. ശരി പിതാവേ, ബിഷപ്പ് ആകുന്നതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം, അതിന്റെ കടമകൾ, അതിന്റെ വെല്ലുവിളികൾ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഇന്നത്തെ കാലത്ത് ജർമ്മനിയില് കാരണം എല്ലാ കാര്യങ്ങളും വളരെ, ഇപ്പൊ ഞാൻ ഒരു കത്തോലിക്കനായി ജീവിക്കുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കും, കത്തോലിക്ക സഭയിലാണോ നീ മെമ്പർ? അതെങ്ങനെ നീ പള്ളിയിൽ പോകാറുണ്ടോ എന്നുള്ള രീതിയിലുള്ള, കാരണം ഈ ഒത്തിരി സ്കാൻഡൽസ് വന്നിട്ട് നമ്മളിപ്പോ ഈ എന്നാ പറഞ്ഞ അബ്യൂസ്, അല്ലെങ്കിൽ വേറെ ഇവിടെ ഒരു ബിഷപ്പ് വലിയ പാലസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം വന്നു, അല്ലെങ്കിൽ ഫൈനാൻസ് വേറെ രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ള പ്രശ്നങ്ങൾ വന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സ്കാൻഡൽസ് വന്നുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ, അതാണ് ഞാൻ പറഞ്ഞ പള്ളിയിൽ പോകാനായിട്ട് സ്കാൻഡൽസ് വരുമ്പോഴാണ് ആൾക്കാർക്ക് മെയിനായിട്ട് പള്ളിയിൽ പോകാനുള്ള ബുദ്ധിമുട്ട് തന്നെ. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നീ ഇപ്പോഴും പള്ളിയിൽ പോകുന്നുണ്ടോ? ഭയങ്കരം എന്നുള്ള രീതിയിൽ പറയും. അതൊരു സാധാരണ പള്ളിയിൽ പോകുന്ന ഒരു വിശ്വാസി. പിന്നെ ഒരു വികാരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ അധികാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അപ്പൊ ഒരു ബിഷപ്പ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പൊ വളരെ ഒരു നെഗറ്റീവ് ചിന്താഗതിയാണ് ഒത്തിരി പേരുടെ ഇടയ്ക്കും സഫേനെ കുറിച്ച്. AFD പാർട്ടി തന്നെ സഫേനെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നില്ല, കാരണം നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളുന്ന ആശയമായതുകൊണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതുള്ളതുകൊണ്ട് ഇതൊരു വെല്ലുവിളി നിറഞ്ഞ സമയമാണ് ഇപ്പൊ ഇവിടെ ഒരു ബിഷപ്പായിട്ട് ജോലി ചെയ്യുക എന്നുള്ളത്. പക്ഷെ അതിനൊരു വല്ലാത്തൊരു ചാൻസും ഉണ്ട്. നമ്മളെല്ലാവരും ഉൾക്കൊള്ളിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ എന്നാ പറഞ്ഞ എളിമപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇത് വന്നു കഴിയുമ്പോൾ അതിന് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഇതുമുണ്ട്. അപ്പോൾ വെല്ലുവിളി നിറഞ്ഞ ഒരു ജീവിതം തന്നെയാണിത്. പിന്നെ ഈ പറഞ്ഞ പോലെയാണ് 100,000 കോൺഫറൻസുകൾ, കാര്യങ്ങള്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ വളരെ തിരക്ക് നിറഞ്ഞ ഒരു ജീവിതമാണ് നമ്മുടെ. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ആത്മീയതയില്ല, പ്രാർത്ഥനയിലൂന്നി അല്ലാണ്ടുള്ള ഒരു ജീവിതം നമുക്ക് ബുദ്ധിമുട്ടാവും ഇങ്ങനെയുള്ള പൊസിഷനിൽ ഇരിക്കുമ്പോൾ. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് സഫയിലെ പിന്നെ പറഞ്ഞ സന്യാസിയാണ്, സന്യാസ ആശ്രമത്തിലെ മെമ്പറാണ്. അപ്പൊ അതിനൊക്കെയുള്ള സമയം കുറെ, അതൊരു വലിയ വെല്ലുവിളിയാണ്. അപ്പൊ അതൊക്കെ ആയിട്ട് എങ്ങനെ ഒരുമിച്ച് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് ഒരു വലിയ എന്റെ ജീവിതത്തിൽ. പിന്നെ നമുക്കറിയാം ഒരു ബിഷപ്പ് ആയി കഴിഞ്ഞാൽ അത് പിന്നെ ജീവിതാവസാനം വരെയുള്ളതാണ്. അതിനോട് എനിക്ക് പൊരുത്തപ്പെടാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത് എന്റെ ജീവിതത്തിന്റെ ഫ്രീഡം പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എനിക്ക് 5 വർഷം കഴിഞ്ഞ് എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സന്യാസ വൈദികനെ സംബന്ധിച്ചിടത്തോളം വേറെ എന്തെങ്കിലും ചെയ്യാം. വികാരി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വികാരിയായിട്ടായിരിക്കും ഇപ്പൊ അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള സ്വാതന്ത്ര്യം പോകാന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ആലോചിക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പൊ നമ്മളിവിടെ ഞാൻ പറഞ്ഞില്ലേ, ഈ കേൾക്കുന്നവരുടെ നിന്ന് എനിക്ക് 500-600 മെസ്സേജ്, ഇതെല്ലാം ഇന്ത്യയിൽ നിന്നല്ല വന്നത്. അതിന്റെ ഒരു പകുതി കൂടുതലും ജർമ്മനിയിൽ നിന്നുള്ള പല ഭാഗങ്ങളിൽ നിന്നുമാണ് വന്നേക്കുന്നത്. അപ്പൊ ഒരു വല്ലാത്ത ഒരു
പോസിറ്റീവായിട്ടുള്ള ഒരു പുഷിങ്ങും എൻ്റെ ഭാഗത്തു നിന്നുള്ളതുകൊണ്ട് അതിൻ്റെതായ സന്തോഷമുണ്ട്. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ നാട്ടിലിപ്പോ ഒരു പിതാവിന് ഒരേ വർഷവും 10 പേരെയൊക്കെ പട്ടം കൊടുക്കാനൊക്കെ ഉണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഇവിടെ ഇല്ല. വളരെ കുറച്ച് ആൾക്കാർ ഇതാണ്. പിന്നെ യൂത്തിന്റെ അടുത്ത് ഫിർമും കൺഫർമേഷൻ ഒരു വലിയ ജോലിയാണ് ഒരു ബിഷപ്പിന്റെ. അപ്പൊ ഒത്തിരി യൂത്തിന്റെ കുർബാനകളും അവർക്ക് കൺഫർമേഷൻ കൊടുക്കുക അങ്ങനെയുള്ള പരിപാടികൾക്ക് ഞാൻ യൂത്ത് പാസ്റ്റർ ആയിരുന്നല്ലോ. അപ്പൊ എനിക്ക് അതൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി സന്തോഷമുള്ള കാര്യങ്ങളും ഉണ്ട്. എന്നാലും ഇതൊരു വെല്ലുവിളി ഇന്നത്തെ സമൂഹം ഇങ്ങനെ ആയതുകൊണ്ട്, വളരെ ക്രിട്ടിക്കൽ ആയതുകൊണ്ട്, എല്ലാം വാച്ച് ചെയ്യുന്നത് കൊണ്ട് ഇത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ജോലിയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ധാരാളം യുവജനങ്ങൾ, പ്രത്യേകിച്ച് കൗമാര കാലഘട്ടത്തിലും അത് കഴിഞ്ഞുള്ള യുവജനങ്ങളൊക്കെ ജർമ്മനിയിലേക്ക് ജോലി തേടിയും പഠിക്കാനായിട്ട് എത്തുന്നുണ്ടല്ലോ. അപ്പോൾ അവരായിട്ട് ഇന്ററാക്ട് ബിഷപ്പ് ചെയ്യാറുണ്ടോ? മാത്രമല്ല അവരെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? അതിപ്പോ എന്ന് വെച്ചാൽ ഇപ്പൊ ജർമ്മനിയിലേക്ക് വരുന്നത് ഒത്തിരി നാളായിട്ടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറോണയ്ക്ക് മുമ്പ് കുറച്ചുണ്ടായിരുന്നു, പിന്നെ കൊറോണ സമയത്ത് ഒരു സ്റ്റോപ്പ് ആയിരുന്നു. ഇപ്പൊ കൊറോണ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്റെ രൂപതയിൽ ചെയ്യണ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് നമ്മുടെ ചിറപ്പണത്ത് പിതാവുണ്ട് ഇവിടെ കോർഡിനേറ്റർ ആയിട്ട് റോമിന്ന്. പുള്ളി എന്നെ സന്ദർശിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ അച്ഛന്മാരെ ചുമതലയുള്ള ആളായതുകൊണ്ട്, പിന്നെ ഇവിടുത്തെ ബിഷപ്പിന്. അപ്പോ നമ്മൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ മൈൻസ് രൂപതയില് 10-20 മലയാളി അച്ഛന്മാരുണ്ട്. അപ്പോൾ അവര് ജർമ്മൻ രൂപതകൾക്ക് വേണ്ടി അല്ലെ ജർമ്മൻ ഇടവുകൾക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിലും അപ്പൊ നമ്മുടെ കൾച്ചറിലുള്ള നമ്മുടെ സീറോ മലബാർ അല്ലെങ്കിൽ സീറോ മലങ്കര കൾച്ചറിലുള്ള കുർബാന, റീത്തിലുള്ള കുർബാന കിട്ടാനും ആ കൾച്ചർ ജീവിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ പള്ളികളിൽ കുർബാനയ്ക്ക് അച്ഛന്മാരെ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഒരു നമ്മൾ പറയുമ്പോൾ അങ്ങനെയൊക്കെ ജോലി ശതമാനമൊക്കെ വെച്ച് പറയും. ഫുള്ള് ജോലി ശതമാനം ഒന്നും വെച്ചിട്ടല്ല, മറിച്ച് എന്നാ പറഞ്ഞാൽ മാസത്തിൽ 2 കുർബാന, പിന്നെ ഒരു പള്ളി മേടയിൽ അവർക്ക് ഒരുമിച്ച് കൂടാനും കാറ്റഗീസ് നടത്താനും അപ്പൊ അങ്ങനെയുള്ള സൗകര്യം. ഇപ്പൊ നമ്മൾ കൾച്ചറലായിട്ട് വന്നു കഴിയുമ്പോൾ ഏത് രാജ്യത്തു നിന്ന് ആൾക്കാർ വിദേശത്ത് പോയി ജോലി ചെയ്ത് കഴിഞ്ഞാലും ഭാഷയിലുള്ള നമ്മുടെ റിലീജിയസ് കമ്മ്യൂണിറ്റിയിലുള്ള കുർബാന മീറ്റിങ്ങുകൾ, അതോടൊപ്പം തന്നെ ഭക്ഷണവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ രൂപതയിൽ നിന്ന് ഒരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ഭാഷയില്ലാണ്ട് ജർമ്മനിയിൽ ഒന്നും നടത്താൻ പറ്റില്ല. ജർമ്മൻ ഭാഷയാണ്. അല്ലെങ്കിൽ നമ്മൾ IT മേഖലയിലുള്ളവരാണെങ്കിൽ ഇംഗ്ലീഷ് വെച്ചിട്ട് നമുക്ക് രക്ഷപ്പെടാം. അപ്പോൾ അതേസമയം ഒരു നേഴ്സിംഗ് ഫീൽഡിലേക്കോ അല്ലെങ്കിൽ വേറെ ജോലികളിലേക്കോ വന്നു കഴിഞ്ഞാൽ ഭാഷ പഠിക്കണം. അപ്പോൾ അതിനുള്ള ഒരു തകൃതം നമ്മൾ കാണിക്കണം. അതില്ലാണ്ട് വരുമ്പോൾ ബുദ്ധിമുട്ടാണ്. പിന്നെ ഏത് നാട്ടിൽ വന്നാലും ഒരു കൾച്ചറുമായിട്ട് നമ്മൾ ചേർന്ന് പോകാനായിട്ട് പഠിക്കണം. അത് പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു 3-4 വർഷം എടുക്കും ആൾക്കാർ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇന്ത്യക്കാരെ കുറിച്ച് ആർക്കും മോശം അഭിപ്രായമൊന്നുമില്ല ഇപ്പൊ ജർമ്മനിയില്. പക്ഷെ കൾച്ചറൽ അഡാപ്റ്റേഷൻ 100% എല്ലാം സ്വീകരിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മളൊരു കൾച്ചറുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള, അതായത് എന്നാ പറഞ്ഞാൽ ഇവൻ കളയാന്ന് തോന്നരുത്. കളയാണെങ്കിൽ നമുക്ക് പറിച്ചു കളയാന്ന് തോന്നും. അപ്പൊ കളയാന്ന് തോന്നരുത്, ഇവന് അതിൽ പെട്ട ആളാന്നുള്ള തോന്നിക്കാനുള്ള ഒരു. പിന്നെ ജർമ്മൻകാർക്ക് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമാണ്. ജോലി ചെയ്താണല്ലോ ഇവിടെ ഇത്രയും പുരോഗമനം ഉണ്ടായത്. അപ്പൊ ജോലി ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അത് 8 മണിക്കൂറാണ് ഇവിടെ ജോലി ഒരു ദിവസം. ആ 8 മണിക്കൂർ നമ്മൾ ചെയ്യണം. അപ്പൊ ഇത് രാവിലെ എന്റെയൊക്കെ ജോലി തുടങ്ങുന്നത് 8 മണിക്ക് തുടങ്ങി 5 മണി 6 മണി വരെ ഓഫീസിൽ ഞാൻ ഉണ്ടാകും. പക്ഷെ അച്ഛന്മാരായതുകൊണ്ട് നമ്മൾ അത് കഴിഞ്ഞും വരും. ഒരു സാറിന് എന്റെ ഓഫീസ് സെക്രട്ടറി ആണെങ്കിൽ 7 മണിക്ക് വന്നിട്ട് 4 മണിക്കാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഉച്ച സമയത്തിനുള്ള സമയം 1/2 മണിക്കൂർ എന്ന് വെച്ചാൽ അത് ജോലി സമയമായിട്ട് കൂട്ടില്ല. അപ്പൊ അങ്ങനെ 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു സമൂഹമാണിത്. അപ്പൊ 8 മണിക്കൂർ ജോലി നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്താലേ നമ്മളെ ഇവിടുത്തെ ആളായിട്ട് ആൾക്കാർ കാണുള്ളൂ. നാട്ടില് നമുക്ക് എന്നാ പറഞ്ഞ 10 മണിക്ക് വന്നിട്ട് 4 മണിക്ക് പോകുന്ന ഇതാണ് നമ്മുടെ ജോലി സമയം, 6 മണിക്കൂർ എന്നുള്ളത്. പക്ഷെ അത് തന്നെ. ഓക്കെ വിതായ്, വളരെ സന്തോഷം. ഷെക്കന മിനിസ്റ്ററുടെ എല്ലാവിധ പ്രാർത്ഥനകളും ഭാവങ്ങളും നേരുന്നു. അപ്പൊ ഒന്നുകൂടെ ഒത്തിരി നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശരിയെന്ന്. തീർച്ചയായിട്ടും. ജർമ്മനിയിലെ മൈൻസ് രൂപതയുടെ സഹായമെത്രാനായി പോപ്പ് ലയോ 14 പാപ്പയാൽ നിയമിതനായ മോൺസിഞ്ഞോർ ജോഷി ജോർജ് പൊട്ടക്കൽ ആണ് നമ്മോടൊപ്പം ഇത്ര നേരം സംസാരിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള ജർമ്മനിയിലെ ആദ്യത്തെ ബിഷപ്പാണ്. സഹായമെത്രാനായിട്ടാണ് അഭിഷേകം ചെയ്യാൻ പോകുന്നത്. ഇവരുന്ന മാർച്ച് 15 2026 മാർച്ച് 15 അഭിഷേകം ചെയ്യപ്പെടുന്നത്. ബഹുമാനപ്പെട്ട നിയുക്ത ബിഷപ്പിൻ്റെ പല ജീവിതാനുഭവങ്ങളും അതോടൊപ്പം പല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ബിഷപ്പ് നമ്മുടെ ഈ ചെറിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. നിയുക്ത ബിഷപ്പിന് ഷെക്കേന ന്യൂസ് TVയുടെ ഷെക്കേന മിനിസ്ട്രിയുടെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊള്ളുന്നു.